ഈ വീഡിയോ നിങ്ങൾ പലരും കണ്ടു കാണും. മണ്ഡലകാലം ആരംഭിച്ച ആദ്യത്തെ 1-2 ദിവസങ്ങൾ ശബരിമല സന്ദർശിച്ച ഒരു ശബരിമല ഭക്തന്റെ ശാപം കലർന്ന വാക്കുകളാണ്. അദ്ദേഹം ഇനി ശബരിമലയ്ക്ക് വരില്ല പോലും. ഒരു വീഡിയോ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ അങ്ങനെ കണ്ടിന്യൂസ് ആയി കാണിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ശബരിമലയിൽ വലിയ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുകയും അതൊരു സുവർണാവസരമാക്കണമെന്ന് കരുതിയവരുമാണ്. ഈ ഭക്തന്റെ വാക്കുകളിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. ഭക്തനൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. കാരണം ഈ ശബരിമലയിലെ തിക്കും തിരക്കിനെ പറ്റിയേക്കാൾ കൂടുതൽ ആളുടെ വ്യാധി ദേവസ്വം ഭരണസമിതിയെയും ദേവസ്വം ബോർഡിനെ പറ്റിയുമായിരുന്നു. അവർ ശപിച്ച ജന്മങ്ങളാണെന്നും അവരിവിടുന്ന് പോയാലേ ഈ ശബരിമല നേരെയുള്ളൂ എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഏതൊരു ക്ഷേത്രങ്ങളായാലും അതിനൊരു ഭരണസമിതി വേണമല്ലോ, ദേവസ്വം ബോർഡോ ഇനി ഭക്തരുടെ കമ്മിറ്റിയോ ഏതോ ആകട്ടെ. പക്ഷേ അവിടുത്തെ തിരക്കും അത് നിയന്ത്രിക്കുന്നതിനും ഒരു നിയന്ത്രണമൊക്കെ വേണമെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നല്ലോ. അപ്പോൾ ആദ്യത്തെ ഈ 2-3 ദിവസങ്ങളിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു, ഒരാസൂത്രണത്തിൻ്റെ പിഴവുണ്ടായിരുന്നു എന്നൊക്കെ സമ്മതിക്കുമ്പോൾ തന്നെ ഈ ആദ്യത്തെ 2 ദിവസങ്ങളിലേക്ക് അവിടുന്ന് കുത്തിയൊഴുകി ഒരു ജനം വരികയുണ്ടായി. കാരണം നമുക്കറിയാം വെർച്വൽ ക്യൂ പ്രകാരം ബുക്ക് ചെയ്ത് വരണം അവിടേക്ക് എന്നുള്ള ഒരു കാര്യമുണ്ട്. അല്ലാതെ വരുന്നവർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും വരണം, പിന്നെ കാനനപാത വഴിയും വരണം. അപ്പോൾ ഒരു നിയന്ത്രണമില്ലാതെ പല ഭാഗത്തു കൂടെ ഈ ശബരിമല പോലെയുള്ള കാനന ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ, അതും പിഞ്ചു കുഞ്ഞുങ്ങളും വയസ്സായവരുമായി വരുമ്പോൾ ഈ ഭക്തരും ശ്രദ്ധിക്കണം. ഈ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? എത്രയോ അവസരങ്ങളുണ്ട്. മാസം ശബരിമല തുറക്കുന്നതാണ്. വയസ്സായവർക്കും കുട്ടികൾക്കും ഒക്കെ അത്തരം ദിവസങ്ങളിൽ വലിയ തിരക്കില്ലാത്ത കാലഘട്ടത്തിൽ അവിടെ പ്രവേശിക്കാവുന്നതേ ഉള്ളൂ, ദർശനം നടത്താവുന്നതേ ഉള്ളൂ. അത് പോട്ടെ, അത് ഭക്തരുടെ ഇഷ്ടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. എന്തായാലും അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് ഉണർന്ന് പ്രവർത്തിക്കുകയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്തു. ഈ കോലാഹലങ്ങൾക്കിടയിലാണ് അവിടെ ഈ സ്വർണ്ണക്കൊള്ളയും അന്വേഷണവും പോലീസും SITയും എല്ലാം നിറഞ്ഞു നിന്നെങ്കിലും ഒരു കാര്യം മനസ്സിലായി. ഇന്നലെ മകരവിളക്കായിരുന്നു. 10,000 ശിവദർശനം കണ്ടു, ജ്യോതി കണ്ടു. വളരെ ആത്മനിർവൃതിയോടെ ഭക്തിസാന്ദ്രപൂർവം അവർ മലയിറങ്ങി. ആ 2 ദിവസത്തെ ഈ തിരക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ സുഗമമായ ഒരു മണ്ഡലകാലം ശബരിമലയിൽ നടന്നു എന്നുള്ളത് നമുക്ക് സംശയമേ ഇല്ല. ആ ഭക്തൻ ഇത് കണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ വ്രതത്തിൽ നിന്ന്, എൻ്റെ ശബദത്തിൽ നിന്നൊക്കെ പിന്മാറി വീണ്ടും ശബരിമലയ്ക്ക് വരുമോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ, ആ സ്വാമി തീരുമാനിക്കട്ടെ. ഒരു ക്ഷേത്രത്തിൽ പോവുക, ഒരു അമ്പലത്തിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരല്പം ത്യാഗം സഹിക്കണം നമ്മൾ. ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത്, ഇത്രയൊന്നും ജനങ്ങളും വന്നിരുന്നില്ലാത്ത കാലത്ത് ശബരിമല യാത്ര സുഗമമായിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അത് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ വിളിച്ചിരുന്ന ആ ശരണം വിളിയിലുണ്ട്. ഏത്? കല്ലും മുള്ളും കാലുക്ക് മെത്തേ എന്ന് പറഞ്ഞ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ കാനനപാതയിലൂടെയുള്ള യാത്ര ദുരിതമായിരുന്നു. പുലി പിടിക്കുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു പോയതാണ് മുൻ തലമുറ. ഇന്ന് ശബരിമല യാത്ര ഇന്നൊരു പ്രശ്നമേ അല്ല. പമ്പ വരെ സുഗമമായ വണ്ടിയിൽ ചെല്ലാം. പമ്പയിൽ നിന്നും മല വരെയുള്ള, ക്ഷേത്രം വരെയുള്ള പാതകളും ഇന്ന് ഏറെക്കുറെയൊക്കെ വളരെയധികം സൗകര്യങ്ങൾ ചെയ്തു. പക്ഷേ ഈ ജനം ഒരുപാട് പേര് പല സ്റ്റേറ്റുകളിൽ നിന്നും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിക്കും തിരക്കും ഒക്കെ സ്വാഭാവികമാണ്. അതിന് മനുഷ്യർ സ്വയം ചില നിയന്ത്രണങ്ങൾ വരുത്തണം. ഒരു വെർച്വൽ സംവിധാനം ഏർപ്പെടുത്തിയാൽ ആ പറഞ്ഞ ഡേറ്റിന് ചെല്ലണം. ഇത് 10-ാം തീയതി ബുക്ക് ചെയ്ത് 7-ാം തീയതി ചെന്ന് കഴിഞ്ഞാൽ ഏത് ഭരണസമിതി ആയാലും, ഏത് ബോർഡായാലും, ഏത് കമ്മിറ്റി ആയാലും നിസ്സഹായരായി നിൽക്കേണ്ടി വരും. ഈ വർഷം തന്നെ ഏതാണ്ട് 18,000-ഓളം വരുന്ന പോലീസുകാർ ശബരിമലയിൽ വർക്ക് ചെയ്തു. 10-33ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്തു. അത് ഒരു കാനന ക്ഷേത്രമാണ്. ഒരുവിധ കംപ്ലൈൻറ്റും ഉണ്ടായില്ല. എത്രയോ ഭക്തർ അതിനുശേഷം വളരെ സുഗമമായ ദർശനം കിട്ടി എന്ന് പറഞ്ഞു. ഏതാണ്ട് ഇതുവരെ വന്ന ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയ മണ്ഡലകാലമാണെന്ന് തോന്നുന്നു. ഏതാണ്ട് 50 ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഈ വിവാദങ്ങൾക്കിടയിലും ശബരിമലയിലെത്തിയത്. കാരണം അവർക്ക് ഈ സ്വർണവും അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരം ആഡംബര വിഷയങ്ങളെക്കാളൊക്കെ പ്രാധാന്യം അതിശക്തനായ
അയ്യപ്പ ഭഗവാനാണെന്ന് അയ്യപ്പ വിശ്വാസികൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുറവും അവിടെ ഭക്തർക്ക് ഒരു ഭക്തിയിലും ഉണ്ടായില്ല. പക്ഷെ ചില രാഷ്ട്രീയ താല്പര്യം വെച്ച് വരുന്ന ചിലർക്ക് ഇതൊരവസരമാക്കി മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം മുതലാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വാചകമായിരുന്നു ആദ്യത്തെ സ്വാമി എന്ന് ആ സ്വാമി തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷെ സ്വാമിയുടെ അനുഭവമായിരിക്കാം, നമുക്കത് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും അങ്ങനെയുള്ള ശപഥങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ചില വീഴ്ചകളും കുറവുകളും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ചില പരിഹാരങ്ങളും കൂടെ കണ്ടെത്താനും കൂടെ ഇപ്പോൾ പുതിയതായി ചാർജ് എടുത്ത ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതും കൂടെ നമുക്ക് ഈ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ജയകുമാർ സാറിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇനി വരുന്ന ശബരിമല ദർശന കാലഘട്ടമെല്ലാം ഭക്തർക്ക് വളരെ സുഗമമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ താങ്ക് യു. ഈ ദേവസ്വം ബോർഡ് ചാർജ് എടുക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും ഒക്കെയാണ്, ഒരു ചരിത്ര സന്ദർഭത്തിലാണ്. അപ്പോൾ ഈ ബോർഡിൽ നിന്ന് ഭക്തരും കേരളവും ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനും ചില ശുദ്ധീകരണങ്ങൾ ചെയ്യാനും ഒക്കെ ഞങ്ങൾക്കൊരു ബാധ്യതയുണ്ട് എന്നുള്ളത് ഈ ബോർഡ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ആസൂത്രണ യോഗമൊക്കെ ഇത്ര നേരത്തെ കൂടുന്നത്. എന്നാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി അതിനോട് കൂട്ടിച്ചേർത്ത് ഈ ബോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുത്തുവെന്ന് ചോദിച്ചാൽ അതിൻ്റെ പല ഘട്ടങ്ങളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ എടുക്കാൻ ഞങ്ങൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഉദാഹരണത്തിന് ഒന്ന്, ഈ സ്പോൺസർഷിപ്പ് എന്നുള്ളത് ഒരുപാട് ആരോപണത്തിന് വിധേയമായിട്ടുള്ളതും തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ളതുമാണ്. സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നത് മറ്റ് ദേവസ്വങ്ങളൊക്കെ, ഇപ്പോൾ തിരുപ്പതി ദേവസ്വമായാലും ഗുരുവായൂർ ദേവസ്വമായാലും ഒക്കെ തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിന് സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ സ്പോൺസർക്ക് ഒരു ഐഡിയ തോന്നി അത് നമുക്ക് കൊണ്ടുതന്ന് സ്പോൺസർഷിപ്പുമായിട്ട് വരിക എന്നുള്ള ഒരു നയം മേലാൽ ശബരിമലയിൽ ആവശ്യമില്ല. അയ്യപ്പൻ എല്ലാ സാഹചര്യവും ഉണ്ട്. ഇവിടെ എന്തെങ്കിലും വേണമെന്ന് ബോർഡിന് തോന്നുകയാണ് എങ്കിൽ ഇതൊക്കെ സ്പോൺസർഷിപ്പിന് അവൈലബിൾ ആണ് എന്ന് അങ്ങോട്ട് നമ്മൾ ആവശ്യപ്പെട്ട് സ്പോൺസേഴ്സ് വരികയും സുതാര്യമായിട്ട് ആ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യത്തക്ക രീതിയിൽ സ്പോൺസർഷിപ്പ് ഗൈഡ് ലൈൻസ് ഞങ്ങൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോർഡ് അംഗീകരിച്ചിട്ടൊന്നുമില്ല, നവീകരിക്കാമെന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. അതിനൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റായിട്ട് ഈ വരുന്ന സ്പോൺസർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടോ, അയാൾക്ക് ആനുവൽ ബാലൻസ് ഷീറ്റ് ഉണ്ടോ, പിന്നെ അയാൾ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ട് മാത്രമേ അയ്യപ്പന് വേണ്ടി സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നുള്ളൂ. അല്ലാതെ ഞാനൊരു സ്പോൺസറാണ്, നിങ്ങളുടെ സ്പോൺസർഷിപ്പിൻ്റെ കത്ത് തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്ന സ്പോൺസർമാർ ഇനി ശബരിമലയിലോട്ട് പ്രവേശിപ്പിക്കാൻ ഈ ബോർഡ് ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ തിരുവാഭരണം എന്ന് പല സ്ഥലത്തായിട്ട് ഞങ്ങളുടെ മറ്റ് ക്ഷേത്രങ്ങളിലെ വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്ട്രോങ് റൂമുകളിൽ ഇരിക്കുകയാണ്. തിരുവാഭരണം കമ്മീഷണറുണ്ട് ഇതിൻ്റെയൊക്കെ ചാർജായിട്ട് സ്ട്രോങ് റൂമുകളിൽ ഇരിക്കുന്നു. അത് ഞങ്ങളിൽ ലിസ്റ്റുമൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്ട്രോങ് റൂം എന്ന് പറയുന്നത് എന്തുമാത്രം സ്ട്രോങ് ആണ്. കാരണം ഈ കാലം മാറിയ കാലത്ത് അതുകൊണ്ടൊരു സെക്യൂരിറ്റി ഓഡിറ്റ് ഈ ഞങ്ങളുടെ സ്ട്രോങ് റൂമുകളെ പറ്റി തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുക. പറഞ്ഞാൽ ഇവിടെ ചില ഭക്തന്മാരെല്ലാം നമ്മളോട് പറഞ്ഞു, ഇപ്പോഴും കാർബൺ കോപ്പി വെച്ചിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് രസീത് എഴുതുന്ന ഏക ബോർഡ് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പല ക്ഷേത്രങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇതെന്തായാലും ഞങ്ങൾ വളരെ പെട്ടെന്ന് ഒരു 3-4 മാസത്തിന് മുമ്പിൽ അവസാനിപ്പിച്ചിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളി കമ്പ്യൂട്ടർ ബില്ലിംഗ് ആൻഡ് ഓൺലൈൻ പേയ്മെൻറ്റ്, മറ്റ് പൈസ വാങ്ങിക്കില്ലെന്നല്ല, അത് കമ്പ്യൂട്ടർ ബില്ലിങ്ങും ആസ് ഫാർ ആസ് പോസിബിൾ ഓൺലൈൻ ബില്ലിങ്ങും എന്നുള്ളതിലേക്ക് പോകും. ഡിവോട്ടീസിന് കൂടുതൽ അക്കൗണ്ടബിലിറ്റി, സുതാര്യത വരത്തക്ക രീതിയിലുള്ള കമ്പ്യൂട്ടറൈസേഷൻ ഈ ക്ഷേത്രങ്ങളിലെങ്കിലും, ടോട്ടൽ കമ്പ്യൂട്ടറൈസേഷൻ അല്ല ഞാൻ പറയുന്നത്, ക്ഷേത്രങ്ങളിലെ ബില്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഈ മാനുവലായിട്ടുള്ള ഇടപാട്, കാർബൺ പേപ്പർ വെച്ച് എഴുതുന്ന പഴയ സമ്പ്രദായം, ഇതെല്ലാം അവസാനിപ്പിച്ച് ആധുനിക രീതിയിലുള്ള ബില്ലിങ്ങിലേക്ക് നമ്മൾ വഴിപാട് കൗണ്ടറുകളിലെല്ലാം തന്നെ ആധുനിക ഈ 3 കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യാൻ ബോർഡ് പ്രതിജ്ഞാബദ്ധമാണ്. ശബരിമലയിലേക്കുള്ള വരവ് നല്ല യാത്രയുമായിരുന്നു. അതുപോലെ അയ്യപ്പനെ ദർശിക്കാനും പറ്റി. നമ്മളെ TV-യിൽ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ല. എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും വളരെ സുഖമായിട്ട് വന്ന് എല്ലാ കാര്യം ദർശിച്ച് പോകാൻ പറ്റും. കേരള പോലീസിന് ബിഗ് സല്യൂട്ടാണ്.